നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി, ശബരി, നീ പിണങ്ങി പോവല്ലേ? അവിടെ ഇരിക്കെ, നമുക്ക് സംസാരിക്കാം. ഇല്ല ചേച്ചി, ടൈമില്ല. ഇത്രയും സമയം ഇവിടെ ഇരുന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ദയയോട് പറഞ്ഞതല്ലേ? അതിനുള്ള മറുപടിയാണോ ഇവള് മോനെ കൊണ്ടുപോയി കിടത്തിയതിന് ശേഷം തിരിച്ചു വന്ന് പറഞ്ഞത്? അനിതേച്ചയാണ് ദയയുടെ പ്രശ്നമെങ്കിൽ അവരുടെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ വരെ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ടും ദയ എന്താ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത? എനിക്കിനി അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെയാ. നീ എന്തിനാ ശബരിയോട് ഇങ്ങനെ അർത്ഥം മുറിച്ച പോലെ സംസാരിക്കുന്നത്? നീ അവിടുന്ന് ഇറങ്ങി വരാനുണ്ടായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരാന്ന് ശബരി പറഞ്ഞില്ലേ? പിന്നെന്താ നീ അതേക്കുറിച്ചൊന്നും പറയാത്തെ? സത്യത്തിലേ നീ അവിടുന്ന് ഇറങ്ങി പോകുന്നത് അനിത കാരണമൊന്നും അല്ലെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത്. അതെ, അനിതയെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങൾ കണ്ടപ്പോ അവള് ഞങ്ങളോട് പറഞ്ഞതാ, താൻ കാരണമാണ് ദയ വീട്ടിൽ വരാത്തെങ്കിൽ അശോകേട്ടൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ ആ വീട്ടിൽ നിന്ന് മാറി നിന്നോളാന്ന്. ആ വീട്ടിലുള്ള എല്ലാവരും മറ്റുള്ളവരെ കയ്യിലെടുക്കാൻ മിടുക്കരാ. എന്റെ വീട്ടുകാർക്കാണെങ്കിൽ എന്നേക്കാൾ വിശ്വാസം അവരെയാ. കാണാതായ 1 ലക്ഷം രൂപയുടെ പേരില് ഈ നിൽക്കുന്ന ശബരീട്ടൻ പോലെ എന്നെ സംശയിച്ചപ്പോ അത് വിശ്വസിച്ച് എന്റെ മുറി പരിശോധിക്കാൻ കൂട്ടുനിന്നവരല്ലേ നിങ്ങളൊക്കെ? എന്നിട്ട് എന്ത് കിട്ടി? ദയയുടെ ഓരോ കാര്യങ്ങളും അതുപോലെയാ. അവസാന നിമിഷം ഞാനാണ് ശരിയെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. ശബരീട്ടന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോവാത്തതിന് കാരണം അനിത മാത്രമൊന്നും അല്ല. ആ വീട്ടിലെ ഏറ്റവും വലിയ കുഴപ്പക്കാര് വാസന ചേച്ചിയും തനേട്ടനോ. എന്റെ ഭർത്താവിനെ അവര് ചൂഷണം ചെയ്ത് ഇല്ലാതാക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. ശബരീട്ടിന് പറ്റുമെങ്കിൽ എന്റെ കൂടെ നിൽക്ക്, അല്ലെങ്കിൽ സൗകര്യം പോലെ ചെയ്യ്. എനിക്ക് സൗകര്യമില്ല. ഇവിടുത്തെ അച്ഛനെ എന്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞത് ദയയും മോനെയും തറവാട്ടിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് നിർത്തുന്നത് അപകടമാണെന്നും ശബരി വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകണമെന്നാ. 2 അച്ഛന്മാരോടും എനിക്കുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഇനി നിനക്ക് എന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വരാൻ തയ്യാറാണെന്നും പറഞ്ഞ് നീ വിളിക്കേ. അപ്പോഴേ ശബരി ഇനി ഇങ്ങോട്ട് വരൂ. ശബരി നിക്ക്. ശബരി, മോളെ, മോളെ നീ അയാള് മാറില്ല. എപ്പോഴും വീട്ടുകാരെന്ന ചിന്ത മാത്രമേ ഉള്ളൂ.